ഹായ് ഒരു റായൻ മൂവി വന്നിരിക്കുകയാണ്. റായൻ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി ഇൻ ദ സെൻസ് അതിൽ മ്യൂസിക് ആയാലും ഡയറക്ഷൻ ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും പ്ലേസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ സ്റ്റോറി വൈസ് അതൊരു എടുത്തു പറയത്തക്ക സ്റ്റോറി ഒന്നുമില്ല. സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിട്ട് സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിട്ടൺ ആൻഡ് ഡയറക്ടർ ബൈ ധനുഷ് തന്നെയാണ്. അപ്പോൾ സിനിമ ആസ് എൻ ഓഡിയൻസ് ഞാൻ പ്യുവറായിട്ട് എൻ്റർടൈൻഡ് ആയി. അതാണ് ആ സിനിമ ഉദ്ദേശിച്ചത് എന്ന് ഈസിലി നമുക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആയി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതിലെ പെർഫോമൻസസ്, എസ് ജെ സൂര്യ, ധനുഷ്. എസ് ജെ സൂര്യയുടെ ആ ഒരു ട്രെൻഡിങ് ആയുള്ള ഒരു ആക്ടിങ് ഉണ്ടല്ലോ, അതായത് എന്നെ പണ്ടിരിക്കടാ അതൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റൈൽ ഓഫ് വർത്താനോ എന്റർടൈൻമെന്റ് ആയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വന്ന് പോകുന്നുണ്ട്. ധനുഷിന്റെ ആക്ടിങ് ആണ് ഇതിൽ കുറച്ചുകൂടി നമുക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് എസ്പെഷ്യലി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് മൂവി ധനുഷിന്റെ ക്യാരക്ടർ എത്രത്തോളം സട്ടിലായിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ വന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചില സീൻസ് പോലും നമുക്ക് വേണമെങ്കിൽ ഭയങ്കര ഇമോഷണലി അല്ലെങ്കിൽ പാസം, തങ്കച്ചി പാസം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പാസങ്ങളൊക്കെ ഉണ്ടല്ലോ, പാസത്തിനൊക്കെ കൊണ്ടുവരാറുന്നു. പക്ഷെ ഇതിനൊക്കെ അതിൻ്റെതായ ഒരു ലെവലിൽ തന്നെ വെച്ചിട്ട് ഒക്കെ നമ്മൾ കണ്ട് മടുത്തൊരു ക്ലീശ സാധനം ആണെന്ന് ഡയറക്ടറിന് മനസ്സിലായി. എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ന്യൂ ആക്കി നമുക്കതിനെ കാണിച്ചിട്ടുണ്ട്. അതൊരു കൈൻഡ് ഓഫ് ന്യൂ ഫീൽ നമുക്ക് കിട്ടും ഇതിന്റെ സിനിമാറ്റോഗ്രഫി. എടുത്ത് പറയാൻ തന്നെയുണ്ട്. ഇതിൽ വന്നിട്ട് പോയിട്ടുള്ള കുറെ സീൻസ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി അതിന്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ചില സീൻസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് മോർ എക്സ്ട്രാ ലെയർ ആഡഡ് ആയിട്ടുള്ള ഒരു സീൻസും. പിന്നെ മ്യൂസിക് ആസ് യൂഷ്വൽ നമ്മുടെ AR റഹ്മാൻ വന്ന് തകർത്ത് പോയിട്ടുണ്ട്. സം സിറ്റുവേഷൻസിലൊക്കെ ആ മ്യൂസിക് ഒന്ന് എലവേറ്റ് ചെയ്ത് നിൽക്കും. ചില സീൻസിലൊക്കെ അവിടെ ആ മ്യൂസിക് വന്നപ്പോഴാണ് നമുക്കൊരു വേറൊരു വൈബ് കൂടി നമുക്ക് വന്നത്. ഫേമസ് ആയിട്ടുള്ള പാട്ടും അത് പാട്ടിലെ കുറച്ച് പോർഷൻസിലൊക്കെ ചില സീൻസിലൊക്കെ ധനുഷിന്റെ ആക്ടിങ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ ഫീൽ വരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ധനുഷ് ആസ് ആൻ ആക്ടർ എത്രത്തോളം ഇവോൾവ്ഡ് ആയി നമുക്ക് ഈ കുറച്ച് പാസ്റ്റ് മൂവീസിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും ആളുടെ ആക്ടിങ് വളരെ കൺട്രോൾഡ് ആയിട്ട് ഈ സിനിമയിൽ കാണിക്കുമ്പോൾ നമ്മളെ തന്നെ അവിടെ നമുക്ക് എവിടെയോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാളിദാസ് ജയറാമുണ്ട്, ആള് ഇതിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. സുന്ദീപ് കിഷൻ, കാളിദാസ്, പിന്നെ തുഷാര വിജയൻ. ചില സീൻസിലൊക്കെ തുഷാര വിജയൻ എന്ന് പറഞ്ഞ ദുർഗ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അവള് കാണിക്കുന്ന പെർഫോമൻസ് ഒക്കെ നമുക്ക് ശരിക്കും ഇത് R-rated മൂവിയാണെന്നുള്ള ഒരു റിമൈൻഡർ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഭയങ്കര ഒരു ശരിക്കും കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അടുത്തതായി അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ നമുക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ കാണുമ്പോൾ നമുക്കും നല്ല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ വരും. പ്രകാശ് രാജിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ആർക്ക് എന്ന് പറയുന്നത് ഒരു വേറൊരു ഷെയ്ഡാണ്, കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഷെയ്ഡാണ്. ആളുടെ ചില സമയത്തുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് തോന്നും യെസ് ആൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും നമുക്ക് പേടിയാവും. ചില സമയത്തുള്ള പ്രകാശ് രാജിന്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് തന്നെ ആളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു എക്സ്പ്രഷനും ഒക്കെ വളരെ നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രകാശ് രാജ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്. സിനിമ ഓവറോൾ വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. എസ്പെഷ്യലി ക്ലൈമാക്സ് ആകുമ്പോൾ കുറച്ച് R-ratedതായിട്ടുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നും. നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ധനുഷ് പടം എന്നൊരു ഫീൽ നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് ഈ സിനിമ ഒരു നല്ലൊരു പടം തന്നെയാണ് എനിക്ക് ആയിരുന്നത്. അപ്പോൾ എനിവേ സിനിമ ഇറങ്ങിയിട്ട് 3-4 ദിവസമായി അറിയാം, കുറച്ച് ഡിലേ വന്നുപോയി. സോ ഇത്രയൊക്കെ ഉള്ളൂ സിനിമേനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. അങ്ങനെ see you guys next time. Bye bye.